തമിഴ്നാട്ടിലേക്കാണ്. നമുക്കറിയാം തമിഴ്നാട്ടിൽ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയിട്ട് വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു താരത്തിൻ്റെ പേര് അത് കണക്ക് ഉയർന്നു വരുന്നുണ്ട്. ധനുഷിൻ്റെയാണ്. ധനുഷ് ഈ ഞായറാഴ്ച അവിടെ തൻ്റെ ആരാധകരെ ഒരു സംഗമം നടത്തിയിരുന്നു. അതിൻ്റെ അകത്ത് നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകൾ ഇങ്ങനെ വൈറലാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ധനുഷ് രാഷ്ട്രീയത്തിലേക്ക് വരുമെന്ന ചോദ്യമാണ് അതോടൊപ്പം. ആ വാക്കുകൾ ഇതായിരുന്നു: നിങ്ങളിപ്പോൾ ഇത് കണക്കുള്ള എൻ്റെ ഏതെങ്കിലും ഓഡിയോ ലോഞ്ചിനോ അതല്ലെങ്കിൽ ജന്മദിനത്തിനോ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോവുക അതല്ല ചെയ്യേണ്ടത്, മറിച്ച് നിങ്ങളുടെ തൊട്ടയൽവക്കങ്ങളിൽ സമീപത്തെ വീടുകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് തിരക്കണം. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം. നിങ്ങളെല്ലാവരെ കൊണ്ടും നിങ്ങൾ എത്ര നല്ലവരാണ് എന്ന് പറയിപ്പിക്കണം. അങ്ങനെ പറയുന്നത് കേട്ടാലാണ് എനിക്ക് സന്തോഷമാകുക. നിങ്ങൾ അത്തരത്തിൽ അച്ചടക്കമുള്ള മനുഷ്യരായിട്ടും മറ്റുള്ളവരുടെ വേദനയിലും അവരുടെ പ്രശ്നങ്ങളിലും ഇടപെട്ട് പരിഹരിക്കുന്നവരുമായി മാറുക എന്നാണ് ധനുഷ് പറയുന്നത്. ഇതേ തുടർന്ന് ധനുഷ് കൂടിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങും എന്നുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അതിലേക്കാണ് പ്രൊഫസർ വിജയുടെ താരത്തിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കുള്ളൊരു യാത്ര നമ്മളെല്ലാവരും കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൂര്യയുടെ ഫാൻസ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രസ്താവന വരികയും പിന്നീട് അത് പറഞ്ഞ അസോസിയേഷൻ്റെ നേതാവ് ഇതിനെ തിരുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ധനുഷ് ഇത് കണക്ക് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ പ്രസംഗിച്ച വാക്കുകൾക്ക് ഇത്തരം വ്യാഖ്യാനം നൽകിക്കൊണ്ടിട്ടുള്ള വലിയ പ്രചാരണം നടക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ധനുഷ് ഈ പറഞ്ഞ കാര്യം, വിജയ് മുഖ്യമന്ത്രി ആയിരുന്നില്ല എങ്കിൽ, വിജയ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുഖ്യമന്ത്രി ആയിരുന്നില്ല എങ്കിൽ ഈ പറഞ്ഞത് കേട്ടാൽ നമുക്ക് അങ്ങനെ ഒന്നും തോന്നേണ്ടിയിരുന്നില്ല. പക്ഷേ പശ്ചാത്തലം അതാണ്. വിജയുടെ ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ് ആണ് ശരിക്കും ഇത് നമുക്കങ്ങനെ തോന്നിക്കുന്നത്. അതേസമയം തന്നെ ശരിക്കും അത് ഉദ്ദേശിച്ച് തന്നെ ആണ് ഈ നീക്കം എന്നും വരാം, നമുക്കറിയില്ല. കാര്യം ഒന്നാമതായിട്ട് ധനുഷിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇതുവരെ പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏതൊരു അഭിപ്രായ പ്രകടനത്തിലും വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രത്യേകതയോട് കൂടിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിലുപരിയായിട്ട് റിയാലിറ്റിയായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ശക്തമായ ഒരു ഒപ്പീനിയൻ പറയുന്ന രീതിയിലുള്ള ഒരു സാധനമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. മുമ്പ് രജനികാന്ത് ഈ പാർട്ടി രാഷ്ട്രീയത്തിൽ വരുമോ, വന്നിട്ടില്ല. വരുന്ന അദ്ദേഹം ഒരു നീക്കം നടത്തിയല്ലോ. പക്ഷേ അതിന് മുമ്പ് ചർച്ച വന്ന സമയത്ത് രജനീകാന്ത് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ചേരുമോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ ഇതിൻ്റെ ഇൻവൈറ്റ് പത്രസമ്മേളനം, അപ്പോൾ ഇതിൻ്റെ ഇൻവൈറ്റ് നിങ്ങൾ കണ്ടില്ലേ, ആ ഇൻവൈറ്റിൽ പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ, എന്തിനാണ് ചോദ്യം എന്നാണ് ധനുഷ് തിരിച്ച് ചോദിച്ചത്. അതെ, രജനീകാന്തിൻ്റെ രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് ധനുഷിനോട് ചോദിച്ചപ്പോൾ, ധനുഷ് മരുമോനാണല്ലോ, അതെ, അന്ന് ഡിവോഴ്സ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു നിലപാടിലാണ് ധനുഷ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ചാടിക്കയറിയെന്ന ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ പറയും, എന്നിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന അങ്ങനെ ഒരു നീക്കവും നമുക്കിപ്പോൾ ഉടനടി പ്രതീക്ഷിക്കാനും വയ്യ. ഒരു പക്ഷേ ഒരു തയ്യാറെടുപ്പായിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ വാക്കുകൾ നമുക്ക് വേണമെങ്കിൽ കാണാം. ഇത് കുറച്ചൊരു കാലത്തിനിടയിൽ, ഇനിയൊരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ 5 വർഷം ഉണ്ടല്ലോ, ആ 5 വർഷത്തിനിടയിൽ കെട്ടിപ്പടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൽ കാണേണ്ടതെന്ന് വെച്ചാൽ ധനുഷ് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നുണ്ടെങ്കിൽ ധനുഷിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും, അതാണല്ലോ അതിനകത്തൊരു കൗതുകകരമായിട്ട് നമുക്ക് തോന്നേണ്ടത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇതുവരെ ഒരു അഭിപ്രായം പറയാത്ത ഒരാളാണ്. പക്ഷേ ധനുഷിൻ്റെ സിനിമകൾ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് നമ്മുടെ മുമ്പിൽ പലതായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ അസുരൻ അല്ലെങ്കിൽ കർണൻ പോലുള്ള സിനിമകളിൽ ഈ ജാതി മുഖ്യ വിഷയമാക്കിക്കൊണ്ട് ജാതിയിലൂടെയുള്ള അടിച്ചമർത്തലുകൾക്കെതിരായ വളരെ രോഷം വരുന്ന സിനിമകളാണ്. അതുമാത്രമല്ല, അല്ലാതെയുള്ള സിനിമകളും ഉണ്ട്. പക്ഷേ എന്നാലും പ്രമുഖമായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഈ കർണനും അസുരനും ഒക്കെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഒരാൾ രാഷ്ട്രീയത്തിലും അതേ നിലപാടെടുത്തുകൊണ്ട് വരണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ ഒരു രാഷ്ട്രീയം അതുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. കാരണം വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള പ്രൊമോഷനും അതിൻ്റേതായിട്ടുള്ള സംഗതികളിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്, സംബന്ധിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ ആയാലും അദ്ദേഹത്തിൻ്റെ ബ്രദർ വിജയരാഘവൻ ഒക്കെ ആയാലും ശെൽവരാഘവൻ ഒക്കെ ആയാലും ഒക്കെ ഇപ്പോൾ അത്തരത്തിലുള്ള സിനിമകളുടെ ഒരു മേക്കിങ്ങിൽ ഭാഗമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഒരുപക്ഷെ ഈ കീഴാള ജനതയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി വിവേചനത്തിനൊക്കെ പാത്രമാവുന്ന ആളുകളുടെ മനസ്സിനോടൊപ്പമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതുകൊണ്ട് മാത്രം അത് നിശ്ചയമായിട്ടും അത് അങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല. അപ്പോൾ
ഇപ്പം നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അക്കാര്യത്തിലുള്ളൂ, ധനുഷിൻ്റെ കാര്യത്തിലുള്ളൂ. എന്നാൽ ഇതിനിടയിൽ സംഭവിച്ചൊരു പ്രത്യേകമായ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ രായൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിരുന്നു മികച്ച തമിഴ് ചിത്രത്തിനുള്ള അവാർഡ്. അപ്പോൾ ആളുകൾ പക്ഷേ ആ സിനിമ അത്രയൊന്നും നല്ല സിനിമയല്ല എന്നുള്ള പൊതു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഭയങ്കര വിവാദം വന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു ഒടുവിൽ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയേക്കാൾ മികച്ച സിനിമകൾ 2024 വന്നിട്ടുണ്ടായിരുന്നു. മെയ്യഴകൻ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മഹാരാജ, പിന്നെ വിജയ് സേതുപതിയുടെ മഹാരാജ ഒക്കെ പോലെയുള്ള സിനിമകൾ പുറത്ത് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു അതിനേക്കാളൊക്കെ മികച്ച സിനിമയാണെന്ന് എനിക്ക് തന്നെ അഭിപ്രായമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴെന്താണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? എന്തിനാണ് അപ്പോൾ ധനുഷിന് മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന് അതിനർഹമായ ധാരാളം പെർഫോമൻസും ധാരാളം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്ന സമയത്തൊന്നും 4 നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2 അഭിനയത്തിനും 2 അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനുമാണ്. പക്ഷേ പിന്നെ കാണേണ്ടത് ഇതിലും മികച്ച പിന്നെ പ്രകടനം നടത്തിയ സമയത്തൊന്നും അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുമില്ല. അന്നൊന്നും നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഇന്നിപ്പോൾ എനിക്കിത് കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ അതിനെ എതിർക്കാൻ മുന്നോട്ട് വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു സംശയം ആർക്കെങ്കിലും, എന്തിനാണ് ധനുഷിന് ഈ ഇപ്പോഴത്തെ BJP സർക്കാർ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നത് എന്ന ചിന്ത വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പലതും നമുക്ക് ആലോചിക്കാനുണ്ടാവും. പക്ഷേ ഇതുവരെയും പ്രകടമായിട്ട് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഒരു നിലപാടും പിന്നെ ധനുഷിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട ഈ കാക്കമുട്ട എന്ന സിനിമ ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് ആണല്ലോ. ആ സിനിമയെ, അതുപോലുള്ളൊരു സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളെന്ന നിലയിൽ കൂടി നമ്മൾ ധനുഷിനെ കാണേണ്ടതുണ്ട്. പിന്നെ അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. മാത്രമല്ല അത് ഭയങ്കര ആ തരത്തിലുള്ളൊരു പൊളിറ്റിക്സ് പറഞ്ഞ സിനിമയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കാണാൻ കഴിയും ധനുഷിൻ്റെ സിനിമകളിലൂടെ കണ്ട ആ പൊളിറ്റിക്സ് മാത്രമേ ധനുഷിൽ നമുക്കിപ്പോൾ ചേർത്ത് വയ്ക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഫാൻസ് അസോസിയേഷനുകൾ തന്നെയാണ് വിജയ് രാഷ്ട്രീയ പാർട്ടിയായി പിന്നീട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് പരിവർത്തിപ്പിച്ചത്. അതിന് ഘട്ടം ഘട്ടമായി അദ്ദേഹം നൽകിയ ചില ഘടനാപരമായ മാറ്റങ്ങളും ഒക്കെ അതിലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും അദ്ദേഹം ഈ പിന്നെ വെട്രി കഴകം സ്ഥാപിച്ച് മത്സരിക്കുമ്പോൾ പോലും അതൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പൂർണ്ണമായും അതിൻ്റെ ഒരു സ്വഭാവം കൈവരിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ കഴിയില്ല. അതുകൊണ്ട് വിജയുടെ പാതയിൽ നടന്നു തുടങ്ങുകയാണ് ധനുഷ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്കതിന് തെറ്റ് പറയാൻ കഴിയില്ല. തീരുമാനിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സാണ്. ഞാൻ പറയുന്നത് ധനുഷ് വിചാരിക്കുന്നതിനേക്കാളും ധനുഷ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി നിശ്ചയിക്കുക എന്നേ പറയാൻ കഴിയുള്ളൂ. ജിംസ്, ഇപ്പോൾ നിലവിൽ അറിയാം വിജയുടെ പാർട്ടി തമിഴ്നാട്ടിൽ ഇത്തരത്തിലാണ് അധികാരത്തിലെത്തിയെന്നറിയാം. ഇപ്പുറം DMK ഉണ്ട്, AIDMK ഉണ്ട്. അതിനോടൊപ്പം തന്നെ ധനുഷ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരും. അദ്ദേഹത്തിൻ്റെ പിതാവ് ഇതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ആർക്കും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാമല്ലോ, അതിൻ്റെ അകത്ത് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന തരത്തിലാണ് പ്രതികരണം വന്നിട്ടുള്ളത്. ധനുഷ് സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യതകളുണ്ടോ, അതോ ഏതെങ്കിലും സഖ്യത്തിൻ്റെ ഭാഗമായി മാറുമോ? അങ്ങനെ എന്താണ് അജിംസിന്? സാറ് പറഞ്ഞ പോലെ ഈ ധനുഷ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയിട്ടും കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ മോഹൻലാൽ ഭരണകൂടത്തെ പിന്തുണച്ചാൽ ഈ പ്രധാനമന്ത്രി പിന്തുണച്ച് ബ്ലോഗൊക്കെ എഴുതുമായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അങ്ങനെയാണ്, രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടേക്കുന്ന ഒരാളാണ്. ഒരു തരത്തിലും രാഷ്ട്രീയ പ്രസ്താവന നടത്താറില്ല. അപ്പോൾ ധനുഷ് അങ്ങനെ തന്നെയാണ്. ഒരു തരത്തിലും അങ്ങനെയുള്ള ഏതെങ്കിലും പാർട്ടിയോടോ ഏതെങ്കിലും ആശയത്തോടോ ഒന്നും അദ്ദേഹം സപ്പോർട്ട് രേഖപ്പെടുത്താറില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സിനിമ പറയുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ. ഒരുപക്ഷെ ഇന്ന് തമിഴ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആൾ ധനുഷാണ്. ആടുകളമാവട്ടെ, അന്ന് പറയാം അദ്ദേഹത്തിന് ആദ്യത്തെ അവാർഡ് എടുത്ത ആടുകളത്തിലാണല്ലോ. അതിനുശേഷം അത് എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായ രാഷ്ട്രീയമുള്ള സിനിമകളാണ്. വെട്രിമാരൻ്റെ പടങ്ങളിലും എല്ലാം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ അഭിനയിക്കുമ്പോൾ പോലും ആ രാഷ്ട്രീയത്തെക്കുറിച്ച് പോലും അദ്ദേഹം സംസാരിക്കാറില്ലല്ലോ. ഇപ്പോൾ തമിഴിൽ അത്തരം സിനിമകൾ ഇറക്കുന്ന പാരഞ്ജിത്ത്, വെട്രിമാരൻ, ഇവരൊക്കെ അതേക്കുറിച്ച് ഓക്കലാണ്, ആ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ഈ രാഷ്ട്രീയത്തെപ്പറ്റി പോലും ധനുഷ് സംസാരിക്കാറില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരിക്കാം. പിന്നെ അദ്ദേഹം മികച്ചൊരു കലാകാരനാണ്, മികച്ച സിനിമ ചെയ്യുന്നു എന്നതിനപ്പുറം രാഷ്ട്രീയത്തിൻ്റെ മേഖലയല്ല, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെല്ലാം ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയമായ ഒരു സിഗ്നലിങ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹം ഫാൻസ് അസോസിയേഷൻ ഊർജിതമാക്കുമ്പോൾ ആളുകൾ എന്തുകൊണ്ട് സംശയിക്കുന്നു ചോദിച്ചാൽ, അതിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു ചോദിച്ചാൽ, അത് തമിഴ് രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജെൻസി സമരത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ രാജ്യത്ത് ആദ്യമായി ജെൻസി മുതിർന്ന തലമുറയ്ക്ക് വഴി കാണിച്ചു കൊടുത്തത് തമിഴ്നാട്ടിലാണ്. അതിൻ്റെ കാരണം, ഇപ്പോൾ എങ്ങനെയാണ് വിജയ് ജയിച്ചത് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. വിജയ് ഒരു ഫാൻ ക്ലബ്ബ് ഉണ്ടാക്കി ആ ഫാൻ ക്ലബ്ബിലെ ആളുകളൊക്കെ പോയി വോട്ട് ചോദിച്ചിട്ടാണോ വിജയ് ജയിച്ചത്? അല്ല. വിജയെ ജയിപ്പിച്ചത് ജെൻസിയാണ്. അതായത് ഒരു വീട്ടിൽ പുതിയ വോട്ടർമാരുള്ള ആളുകൾ, ഈ പുതിയ വോട്ടർമാർ അവരുടെ പേരൻസിനെ നിർബന്ധിച്ച് വിജയ്ക്ക് വോട്ട് ചെയ്യിപ്പിച്ചതാണ്. അങ്ങനെയാണ് വിജയ് ജയിക്കുന്നത്. അതായത് അണ്ണന് വോട്ട് കൊടുക്കണം, അപ്പ അമ്മ എന്ന് പറഞ്ഞ് വീട്ടിൽ അവരവരുടെ വീടുകളിൽ ഈ ജെൻസി പിള്ളേർ സമ്മർദ്ദം ചെലുത്തി വിജയ്ക്ക് വോട്ട് ചെയ്യിപ്പിച്ചതാണത്. കാരണം വിജയ്ക്കെതിരെ വോട്ട് ചെയ്യാൻ വിജയ്ക്കെതിരായിട്ടുള്ളൊരു വികാരമൊന്നുമില്ല. വിജയ് ഒരു നടനാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്.
അദ്ദേഹത്തിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ ഈ തവണ അവർക്ക് കൊടുത്തേക്കാം, അങ്ങനെ ചെയ്യിപ്പിച്ച ഒരു സാധനമാണ്. അപ്പോൾ വിജയ്യുടെ ഒരു പരീക്ഷണം തമിഴ്നാട്ടിൽ വിജയിച്ചു. പതിറ്റാണ്ടുകളായി തുടരുന്ന ദ്രാവിഡ ആ ഡ്യുവോപോളി അവസാനിക്കുന്നു. വിജയ് അവിടെ മുഖ്യമന്ത്രിയാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, BJP RSSും എത്രയോ കാലമായി തമിഴ്നാട്ടിൽ പാടുപെടുകയാണ്. 90% ഹിന്ദു ജനസംഖ്യയുള്ള ഒരു സ്റ്റേറ്റിൽ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളുള്ള ഒരു സ്റ്റേറ്റിൽ BJPക്ക് പച്ച തൊടാൻ കഴിയുന്നില്ല. അവരെത്രയോ പരീക്ഷണങ്ങൾ നടത്തുന്നു, അണ്ണാമലയെ കൊണ്ടുവരുന്നു. അവസാനം അണ്ണാമല രാജിവെച്ച് എന്ത് ചെയ്യുന്നു, ഞാൻ BJP നേതാക്കളോട് അനുവാദം ചോദിച്ച് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. വിജയുടെ അതേ പാതയിൽ രാഷ്ട്രീയം പറയാതെ വേറെ രീതിയിലൊക്കെ പാർട്ടിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു. അപ്പോൾ ഇത് തമിഴ്നാടിനെ സംബന്ധിച്ച് അവിടെ RSSനും BJPക്കും പ്ലാൻ ബി ഉണ്ട്. ആ പ്ലാൻ ബി ആണ് ഇപ്പോൾ നമ്മൾ അണ്ണാമലയുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം BJPയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രമായി വേറെ പാർട്ടി ഉണ്ടാക്കുക. അപ്പോൾ വിജയുടെ പരീക്ഷണം വിജയിച്ചു, അണ്ണാമല വേറെ രീതിയിൽ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ധനുഷിനെ കൊണ്ടൊരു പാർട്ടി ഉണ്ടാക്കിച്ചാൽ അതും ഒരു സാധ്യതയാണെന്ന് RSS കരുതുന്നുണ്ടാവും. ഞാൻ അങ്ങനെയാണെന്ന് പറയല്ല, അതൊരു സാധ്യതയാണ്. അങ്ങനെ ഇനി ധാരാളം സിനിമാക്കാരെന്ത് ചെയ്യുന്നു, ഫാൻ ക്ലബ്ബുകൾ ഉണ്ടാക്കുന്നു, അവരും പാർട്ടികൾ ഉണ്ടാക്കി രംഗത്ത് വരുന്നു. അങ്ങനെ ദ്രാവിഡ രാഷ്ട്രീയത്തെ മുക്കിക്കളയാമെന്ന് ചിലപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ധനുഷ് അറിഞ്ഞോ അറിയാതെ, ചിലപ്പോൾ അതിൽ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല, ചിലപ്പോൾ അറിയാതെ അതിൽ ഭാഗഭാഗമായേക്കാം. തമിഴ്നാട് RSSൻ്റെ ഒരുപാട് പ്ലാനുകളുള്ള, RSSന് ഒരുപാട് പ്ലാനുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ്. അതുകൊണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തെ മുക്കിക്കളയാൻ കഴിയുന്ന രീതിയിൽ ചിലപ്പോൾ പുതിയ പാർട്ടികളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായേക്കാം വരും വർഷങ്ങളിൽ. കുറേ പാർട്ടികൾ വരിക, അവരെല്ലാം ഇതേ രാഷ്ട്രീയം പറയുക, അത് വിജയ് ചെയ്യുന്ന രീതിയിൽ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുക, സർവീസ് നടത്തുക, വോളണ്ടിയർഷിപ്പ് നടത്തുക. അങ്ങനെ ഇപ്പോൾ ധനുഷ് അതാണല്ലോ പറയുന്നത്, നിങ്ങളുടെ നെയ്ബർഹുഡിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, നല്ല ആൾക്കാരാണെന്ന് പറയിപ്പിക്കൂ. അപ്പോൾ രാഷ്ട്രീയമൊന്നും പറയാതെ ആളുകൾക്ക് ഇങ്ങനെ ചാരിറ്റിയൊക്കെ ചെയ്ത് പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ മുങ്ങിപ്പോകുന്നത് ദ്രാവിഡ രാഷ്ട്രീയമാണ്. കാരണം പുതിയ ഐഡിയോളജി ഒന്നുമില്ല. പിന്നെ അവിടെ വരാൻ സാധ്യതയുള്ള ഐഡിയോളജി നാഷണലിസമാണ്. ചിലപ്പോൾ അതും ഒരു സ്ട്രാറ്റജി ആവാം RSSൻ്റെ. അതുകൊണ്ട് ഞാൻ പാർട്ടി വരുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ വരുന്ന പാർട്ടിയെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന സാധനത്തെ ഞാൻ സംശയത്തോടെയാണ് നോക്കി കാണുന്നത്. കാരണം വിജയിച്ച ഒരു പരീക്ഷണത്തിൻ്റെ ചൂട് പിടിച്ച് ഇനി അത്തരം മുകുളങ്ങൾ ഇങ്ങനെ മുള പൊട്ടാൻ സാധ്യതയുണ്ട്. അണ്ണാമലയുടെ പാർട്ടി ഇപ്പോൾ ഉടനെ വരും. സെയിം റൂട്ടിൽ തന്നെയാണ് അണ്ണാമലയും പോകണ്ടാവുക. അണ്ണാമലയുടെ പാർട്ടി എന്തോ വരാൻ പോവാണ്. അപ്പോൾ തമിഴനെ കീഴടക്കാൻ സംഘത്തിന് പല പദ്ധതികളുമുണ്ട് എന്ന് പറയാം. യെസ്, എന്തായാലും ധനുഷ് ആരുടെ പ്ലാനിൻ്റെ ഭാഗമാണെന്നുള്ള വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ധനുഷിന് അതിൻ്റെ അകത്തൊരു വിശദീകരണം, ആരുടെ പ്ലാനിൻ്റെ ഭാഗമാണെന്നല്ല, ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നോ ഇല്ലയോ എന്നുള്ള വിശദീകരണം തരേണ്ടി വന്നേക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കൃത്യമായി പറയാൻ കഴിയുള്ളൂ.